നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. LDC പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട 100-ലധികം മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. എല്ലാ പോയിന്റ്സും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യയിൽ എവിടെയാണ് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ആരംഭിച്ചത്? ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ആരംഭിച്ചത് ജമ്മു കാശ്മീരിലാണ്. എന്താ ഈ ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ്? ജില്ലാ സദ്ഭരണ സൂചിക. ജില്ലാ സദ്ഭരണ സൂചികയാണ് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ്. അതായത് ജില്ലാതലത്തിൽ ഭരണത്തിന്റെ അടുത്ത തലമുറയിലെ ഭരണപരിഷ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന സൂചിക. ജില്ലാതലത്തിൽ ഭരണത്തിന്റെ അടുത്ത തലമുറയിലെ ഭരണപരിഷ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന സൂചികയാണ് ജില്ലാ സദ്ഭരണ സൂചിക. ഈ ജില്ലാ സദ്ഭരണ സൂചിക ജമ്മു കാശ്മീരിൽ ആരംഭിച്ച വർഷം 2022 ജനുവരി മാസമാണ്. 2022 ജനുവരി മാസമാണ് ജില്ലാ സദ്ഭരണ സൂചിക ജമ്മു കാശ്മീരിൽ ആരംഭിച്ചത്. ജില്ലാ സദ്ഭരണ സൂചിക പുറത്തിറക്കിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ജില്ലാ സദ്ഭരണ സൂചിക പുറത്തിറക്കിയത്. ദേശീയ സദ്ഭരണ സൂചിക പുറത്തിറക്കിയതെന്ന് 2021 ഡിസംബർ മാസം 25-നാണ്. 2021 ഡിസംബർ മാസം 25-നാണ് ദേശീയ സദ്ഭരണ സൂചിക പുറത്തിറക്കിയത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങളിലാണ് രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഈ ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? PSC റിപ്പീറ്റിംഗ് ചോദ്യം. അയർലൻഡിൽ നിന്ന്. DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന ആശയം, അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ എവിടെ മുതൽ എവിടം വരെയാ? 36 മുതൽ 51 വരെ. 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് നിർദ്ദേശക തത്വങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച കമ്മിറ്റിയുടെ പേരെന്താണ്? സപ്രു കമ്മിറ്റി. സപ്രു കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാ? 4-ാം ഭാഗം. 4-ാം ഭാഗത്തിലാണ് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ആര്? പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ആണ്. നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ക്ഷേമരാഷ്ട്രം നിർമ്മിക്കുക, രാജ്യത്ത് സാമ്പത്തികവും സാമൂഹികവുമായ ജനാധിപത്യം സ്ഥാപിക്കുക എന്നിവയാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങൾ. 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമാണോ? അല്ല. പരിസ്ഥിതി സംരക്ഷണവും മെച്ചപ്പെടുത്തലും, വനം വന്യജീവി സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണവും മെച്ചപ്പെടുത്തലും, വനം വന്യജീവി സംരക്ഷണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 48A. ആർട്ടിക്കിൾ 48A ആണ്. മാർഗനിർദ്ദേശക തത്വങ്ങളെ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് DPSPയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ. PSC മുൻവർഷം ചോദിച്ചൊരു ചോദ്യമാണ്: ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏത്? അത് നിർദ്ദേശക തത്വങ്ങളാണ്. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏത്? PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. നിർദ്ദേശക തത്വങ്ങളാണ്. നിർദ്ദേശക തത്വങ്ങൾ. ക്ഷേമരാഷ്ട്രം നടപ്പിലാക്കുക എന്നതാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു. എന്താ ഈ ക്ഷേമരാഷ്ട്രം? എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രത്തെയാണ് ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ഷേമരാഷ്ട്രങ്ങൾ ജനങ്ങളുടെ സർവ്വതോന്മുഖമായ ഉന്നമനം ലക്ഷ്യമിട്ട് ജനങ്ങൾക്ക് സംരക്ഷണവും സേവനവും ലഭ്യമാക്കുന്നു. കൂടാതെ പൊതുവിഭവങ്ങളുടെ വിതരണം, വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം എന്നിവ ഒരു ക്ഷേമരാഷ്ട്രം ഉറപ്പ് വരുത്തുന്നുമുണ്ട്.
ഇനി നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി നിലവിൽ വന്ന നയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട നയങ്ങൾ യൂണിഫോം സിവിൽ കോഡാണ്. അപ്പൊ ഈ യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് ചോദിച്ചാൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായിട്ടാണ്. നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി നിലവിൽ വന്ന നയങ്ങളിൽ ഒന്നാണ് ഏകീകൃത സിവിൽ കോഡ്. മറ്റൊരെണ്ണം ലഹരി പാനീയങ്ങളുടെ ഉപയോഗം നിരോധിക്കുക. ഇനി ഒരെണ്ണം കുടിൽ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുക. ഉപയോഗമുള്ള കന്നുകാലികളുടെ കശാപ്പ് നിരോധിക്കുക. ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുക. ഇതൊക്കെ SCERT പറഞ്ഞിട്ടുണ്ട് ഈ പോയിന്റ്സ് ഒക്കെ. ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുക, കന്നുകാലികളുടെ കശാപ്പ് നിരോധിക്കുക, കുടിൽ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുക, ഏകീകൃത സിവിൽ കോഡ്, ലഹരി പാനീയങ്ങളുടെ ഉപയോഗം നിരോധിക്കുക. ഇവയൊക്കെ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി നിലവിൽ വന്ന നയങ്ങളാണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഒരു തവണ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഒരു തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖത്തിന് അടിസ്ഥാനമായ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചത് 1946 ഡിസംബർ മാസം 13-നാണ്. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ട് മാറിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത്. ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പരമാധികാരം, സ്ഥിതിസമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്. പരമാധികാരം, സ്ഥിതിസമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക് എന്നീ ലക്ഷ്യങ്ങൾ, അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതിൽ പരമാധികാരം എന്നാൽ എന്താ? ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരമാണ് പരമാധികാരം. സ്ഥിതിസമത്വം എന്നാൽ എന്താണ്? സമൂഹത്തിലെ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നു. അതാണ് സ്ഥിതിസമത്വം. എന്താണ് മതേതരത്വം? ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശമാണ് മതേതരത്വം. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല. രാഷ്ട്രത്തിന് ഔദ്യോഗികമായിട്ട് മതം ഇല്ല. എന്താണ് ജനാധിപത്യം? ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടക്കുന്നു. അതാണ് ജനാധിപത്യം. എന്താണ് റിപ്പബ്ലിക്? റിപ്പബ്ലിക് എപ്പോഴും ചോദിക്കാറുണ്ട്. രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നു. രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നു. അതാണ് റിപ്പബ്ലിക്. ഓക്കെ. ഇനി ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ. മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ എന്നിവയാണ് ആമുഖത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വ്യവസ്ഥകൾ. ഓക്കെ. ഇനി 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെ? സ്ഥിതിസമത്വം, മതേതരത്വം, അഖണ്ഡത. സ്ഥിതിസമത്വം എന്നാൽ സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്നാൽ സെക്യുലാർ, അഖണ്ഡത എന്നാൽ ഇന്റഗ്രിറ്റി. അപ്പൊ ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള ടേംസ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെ? സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഇന്റഗ്രിറ്റി. മലയാളത്തിൽ പറഞ്ഞ സ്ഥിതിസമത്വം, മതേതരത്വം, അഖണ്ഡത എന്നിവയാണ്. ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഒരേ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുള്ളൂ. 42-ാം ഭരണഘടനാ ഭേദഗതി. ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത്, ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷിയാണ്. KM മുൻഷി. ഇനി നാം ഇത്രയും കാലം ചിന്തിച്ചിരുന്നതോ സ്വപ്നം കണ്ടതോ ആയ കാര്യങ്ങൾ ആമുഖം പ്രകടിപ്പിക്കുന്നു എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർ അല്ലാഡി കൃഷ്ണസ്വാമി അയ്യർ. സർ അല്ലാഡി കൃഷ്ണസ്വാമി അയ്യർ. ഭരണഘടനയുടെ കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ഏണസ്റ്റ് ബാർക്കർ. ഏണസ്റ്റ് ബാർക്കർ ആണ് ഭരണഘടനയുടെ കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത്. ആമുഖത്തിന്റെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കേസുകൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട കേസ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, വർഷം 1973. മറ്റൊരു കേസ് ബെർബറി യൂണിയൻ കേസ്, ബെർബറി കേസ്. മറ്റൊരു കേസ് LIC ഓഫ് ഇന്ത്യ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, 1995 കേസാണ്. ബെർബറി കേസ് 1960 LIC ഓഫ് ഇന്ത്യ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1995 കേസാണ്. ഇനി ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് BN റാവു ആണ്. BN റാവു ആണ് ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് ശരിയായത് ഏത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് ശരിയായിട്ടുള്ളവ: അംഗങ്ങളെ 5 വർഷത്തേക്ക് തെരഞ്ഞെടുക്കുന്നു, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്നിവയാണ്. 1ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇവിടെ
1/3 സീറ്റ് സ്ത്രീകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നു. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളിലെ സ്ഥാപനങ്ങൾ 50% സീറ്റുകളാണ് സ്ത്രീകൾക്കായി എന്ത് ചെയ്തിരിക്കുന്നത്, സംവരണം ചെയ്തിരിക്കുന്നത്. ഓക്കെ, 50% സീറ്റുകളാണ് സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് 1/3 സീറ്റ്. അപ്പൊ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാം. അവിടെ 50% സീറ്റാണ്. അല്ലാത്ത പക്ഷം പഞ്ചായത്ത് രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റുകളാണ് എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുള്ളത്. അത് PSC മുൻവർഷം ചോദിച്ചൊരു ചോദ്യമാണ്. അന്ന് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു: പഞ്ചായത്ത് രാജിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ചിട്ട് തെറ്റ് ഏതാണെന്ന് അടയാളപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത്. അന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനകളിൽ കൊടുത്തിരുന്നത് പഞ്ചായത്ത് രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ശരി. പിന്നെ ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ശരിയാണ്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഈ ഗ്രാമസഭയുടെ പ്രവർത്തനങ്ങളും ചുമതലകളും ഒക്കെ തീരുമാനിക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ് ഗ്രാമസഭയുടെ പ്രവർത്തനങ്ങളും ചുമതലകളും ഒക്കെ തീരുമാനിക്കുന്നത്. ഓരോ പഞ്ചായത്ത് സമിതിയുടെയും കാലാവധി എത്ര വർഷമാണെന്ന് ചോദിച്ചാൽ 5 വർഷമാണ്. 5 വർഷം. ഇനി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആർട്ടിക്കിൾ 243 പ്രകാരം 243 പ്രകാരം. ഇനി പഞ്ചായത്തുകളുടെ അധികാരങ്ങളെയും പദവികളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ അനുച്ഛേദം 243G ആണ്. 243G. സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനസ്ഥിതി വിലയിരുത്തുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. അത് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 243I ആണ്. അപ്പൊ 243K തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 243G പഞ്ചായത്തുകളുടെ അധികാരങ്ങളെയും പദവികളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ്. 243I സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനസ്ഥിതി വിലയിരുത്തുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 243I. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, ഓർക്കുക. 73, 74 എന്നീ ഭരണഘടനാ ഭേദഗതി നിയമങ്ങൾ പാർലമെന്റ് പാസാക്കിയത് 1992 നിലവിൽ വന്ന വർഷം 1993 വികേന്ദ്രീകൃത ആസൂത്രണം നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി. വികേന്ദ്രീകൃതം എന്ന് പറയുമ്പം ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ ഭരണം ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വികേന്ദ്രീകൃത ആസൂത്രണം നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. 9ാം പഞ്ചവത്സര പദ്ധതി.